മണവാളൻ പരസ്യമായി മദ്യപിച്ചതിന് 2 കുട്ടികൾ അത് ചോദ്യം ചെയ്തു. അത് സഹിക്കവയ്യാതെ മണവാളൻ ഈ 2 കുട്ടികളെ കാറിൽ പിന്തുടർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതിൻ്റെ കാര്യം കൊണ്ട് തന്നെ മണവാളൻ ജയിലിലായി. അപ്പോൾ മണവാളൻ്റെ മുടി ജയിലിൽ വെച്ചിട്ട് 2 പേര് മുറിച്ചു. ആ മുറിച്ചതിൻ്റെ കാര്യം അവർ പറയുന്നത്, മണവാളൻ ഈ മുടി ശ്രദ്ധയില്ലാതെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ തുറന്ന് തലയൊക്കെ കുടയുമ്പോൾ എല്ലാവരുടെ ഫുഡിലും ആവുന്നു. കൂടാതെ സെല്ലിൽ മുഴുവനും മുടി. അപ്പോൾ സെല്ലിൽ കിടക്കുന്ന മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. കളർ ചെയ്ത മുടിയായതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് മണവാളൻ്റെ മുടിയാണെന്ന് തന്നെ അറിയാം. അതുകൊണ്ടാണെന്ന് അത് എന്തായാലും എല്ലാവരും അറിഞ്ഞൊരു വാർത്ത തന്നെയാണ്. അത് സഹിക്കാൻ പറ്റാതെ മാതാപിതാക്കൾ വന്നിരുന്ന് പറയുന്നതാണ് കേൾക്കേണ്ടത്. എന്തായാലും ഇങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഇതുപോലൊരു മകനുണ്ടായത് എങ്ങനെ എന്ന് നമുക്കൊരിക്കലും സംശയിക്കേണ്ട. കാരണം മണവാളൻ്റെ മുടി മുറിച്ചതിന് ആ ഉമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ തൊണ്ടയൊക്കെ ഇടറിക്കൊണ്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കണം. ഉമ്മ പറയുന്നത്, എൻ്റെ മോൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഉമ്മ 2 പേര് ചേർന്ന് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് മുടി മുറിച്ചത്, സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കവന് മനസ്സിലാവുന്നില്ല. ഈ ഉമ്മ ഇത് പറയുന്നത് ഒന്നുമില്ലാതെ ഒരു കോളേജിൽ പോയൊരു കുട്ടിയെ റാഗ് ചെയ്തപ്പോൾ നമ്മൾ മാതാപിതാക്കൾ പറയുമല്ലോ, റാഗിങ്ങിൽ എൻ്റെ മകൻ്റെ മുടി മുറിച്ചു, അല്ലേ എൻ്റെ മകനെ അങ്ങനെ ചെയ്തു എന്ന്. അപ്പോൾ ഈ ഉമ്മയൊന്ന് മനസ്സിലാക്കേണ്ടത്, ആ 2 കുട്ടികൾ നിങ്ങളുടെ മകൻ പിന്തുടർന്ന് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ജീവൻ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾക്ക് നാണമില്ലേ? ഈ മാതാപിതാക്കൾ ഇങ്ങനെ വന്ന് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ കുറച്ചൊക്കെ അറിവും ഒക്കെ ഉള്ള ഒരാളെപ്പോലെയാണ് തോന്നുന്നത്. അതിനേക്കാൾ രസം ഫാദറാണ്. ഫാദർ പറയുന്നത്, അവരുടെ ഒരു വീഡിയോ ലീക്കായതിനെ പറ്റി, ഞാൻ മകനെ ജയിലിൽ കൊണ്ടുവിടാൻ പോയപ്പോൾ ജയിലിൻ്റെ കവാടത്തിൽ വെച്ചിട്ട് അവനെ കയറ്റി അയക്കുമ്പോൾ ഹാപ്പി ആയിരിക്കൂ, ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാനല്ല ലീക്കാക്കിയത്. ഞാനത് എടുക്കുമ്പോൾ എൻ്റെ പുറകിലിരുന്ന ആരോ അത് എടുത്തിട്ടാണ് ലീക്കാക്കിയത്. ഞാനത് എടുത്തിട്ട് എൻ്റെ മകൾക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മകനും കുടുംബ ഗ്രൂപ്പിലിട്ടതാണ്. അതാണ് ലീക്കായതെന്ന്. ശരിക്കും LKG കുട്ടികളെ നമ്മൾ ആദ്യം സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അച്ഛനും അമ്മയും കൊണ്ടുവിടും. അവിടെ നിന്ന് ചിരിക്ക്, ഒരു വിഷമവും വേണ്ട, അച്ഛനും അമ്മയും പുറത്തുണ്ട്, നല്ല കുട്ടിയായി പഠിച്ചിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ പകർത്തിയ ലാഘവത്തോടു കൂടിയാണ് ഈ ഉപ്പ ഇത് പറയുന്നത്. നാണാവുന്നില്ലേ നിങ്ങൾക്ക്? എന്തിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? സ്വന്തം മകനായാലും ഒരു 2 കുട്ടികളെ കാറിൽ പിന്തുടർന്ന് കൊലപാതകം ചെയ്യാൻ ശ്രമിച്ച അവരുടെ മാതാപിതാക്കൾ ഇത് കേൾക്കുമ്പോൾ അവരുടെ വികാരം എന്തായിരിക്കും? നിങ്ങളുടെ മകനൊരു മുടിയല്ലേ പോയുള്ളൂ. അന്ന് ആ കാറ് തട്ടിയിട്ട് ആ കുട്ടികൾ തെറിച്ച് വീഴുവോ മരിക്കുവോ എന്തെങ്കിലും ചെയ്തത് ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത്. ഇതുപോലുള്ള മാതാപിതാക്കളാണ് ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തി സമൂഹത്തിൽ വിടുന്നത്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? കാരണം ആദ്യം തന്നെ എന്താണ് തെറ്റ് എന്നുള്ളത് മക്കളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്, പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സും. പക്ഷേ ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മാതാപിതാക്കൾ പിറ്റേ ദിവസം തന്നെ ഓടിപ്പോയി അതിന് പരാതിയും പ്രശ്നങ്ങളുമാക്കും. അതുകൊണ്ട് തന്നെ ഈ ടീച്ചേഴ്സിനും ഇങ്ങനെയുള്ള കുട്ടികളെ പറയാൻ പേടിയാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യത്തിൽ പോലും ഇങ്ങനെ പ്രതികരിക്കുന്ന മാതാപിതാക്കൾ ഈ കുട്ടിയെ ഇതുപോലുള്ളൊരു രീതിയിലാണ് വളർത്തി വലുതാക്കിയിരിക്കുന്നത്. എന്നാൽ അച്ഛനോ അമ്മയോ പോവട്ടെ, ഒരു വലിയൊരു മകനും ഡൽഹിയിലോ മറ്റുള്ളൊരു മകളും അവർക്കെങ്കിലും പറയായിരുന്നില്ലേ, നമ്മുടെ മകൻ ചെയ്തത് തെറ്റാണ്, 2 കുട്ടികളെ കൊലപ്പെടുത്താൻ തന്നെയല്ലേ ബാക്കിൽ പിന്തുടർന്ന് പോയിട്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അവനത് അനുഭവിച്ചിട്ട് വരട്ടെ, അതിന് പകരം ഞാൻ ശക്തനായി തിരിച്ചു വരുമെന്ന്. എവിടെയാണ്? സൈന്യത്തിൽ ചേരാൻ പോയതാണോ ഈ മകൻ? എന്തായാലും നിങ്ങളെ ഓർത്ത് കേരളം മുഴുവനും പുച്ഛിക്കുകയല്ലാതെ ഒരാൾക്ക് പോലും നിങ്ങളെ ഓർത്ത് സങ്കടം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇതിലുണ്ടോ? എന്തായാലും ആ പോകുന്ന മകനോട് ഇനിയെങ്കിലും തെറ്റ് ചെയ്യാതെ ഇനിയെങ്കിലും നല്ല കുട്ടിയായി ജീവിക്കാൻ ദൈവം ഒരു പരീക്ഷണം തന്നതാണ്, അതുകൊണ്ട് നല്ലവനാവണം മകനെ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മകൻ ജയിലിലേക്ക് പോകുമ്പോൾ സന്തോഷവാനാണ്, ശക്തിമാനാണ്, തിരിച്ചു വരും, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പൂർവാധികം ശക്തിയിൽ വന്നിട്ട് ഇപ്പോൾ കൊല്ലാൻ ശ്രമിച്ചിട്ട് കൊന്നില്ലല്ലോ, ഇനിയിപ്പോൾ കൊല്ലാം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തായാലും കേരളം മൊത്തം ലജ്ജിക്കുന്നു നിങ്ങളുടെ ഈ ഒരു സംസാരത്തിലും ഈ ഒരു ആറ്റിറ്റ്യൂഡിലും.